ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ തൂത്തുക്കുടിയിൽ അവളുടെ കോട്ടേഴ്സിൽ നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ ഒരുപാട് മയിൽപ്പീലിയും പറക്കാനായിട്ട് എല്ലാവരും ഇറങ്ങുമെന്ന് പറഞ്ഞു. അപ്പം നമ്മളും ചുറ്റും ഒന്ന് കറങ്ങി മയിൽപ്പീലിയൊക്കെ ഒന്ന് നോക്കാമെന്ന രീതിയിൽ നിൽക്കുകയാണ്. മയിൽ വന്നാലേ മയിൽപ്പീലി നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അകത്തേക്ക് കയറുമ്പോഴത്തേക്കും അവളവിടെ നല്ല മണം കണ്ട് നോക്കുമ്പോഴത്തേക്കും അനിയത്തി അവിടെ നെയ്യപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവൾക്ക് കിട്ടിയ മയിൽപ്പീലിയാണ് വെച്ചേക്കുന്നത്. അവൾ ഓരോ ഡിസൈൻ ചെയ്ത് ഓരോ കുപ്പികളിലാക്കി അവൾ വെച്ചിട്ടുണ്ട്. കോട്ടേഴ്സിൻ്റെ റൂമെന്ന് വെച്ചാൽ ഇങ്ങനെ തുടങ്ങുന്നത്. ഒരു റൂം, 2 റൂമും പിന്നെ ഒരു ബാത്റൂം, ഒരു ടോയ്ലറ്റ്, അങ്ങനെയാണ്. വീണ്ടും അവൾ മയിൽപ്പീലി ഫ്രിഡ്ജിൻ്റെ മുകളിലും വളരെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ അവൾ അവിടെ നല്ല മനോഹരമായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം സ്പെഷ്യൽ ഉണ്ടാക്കിയാണ്. അപ്പോൾ അവിടെ ശല്യം ചെയ്യാതെ നമ്മൾ പുറത്ത് പോയിട്ട് നല്ല രീതിയിൽ മയിൽപ്പീലി എവിടെയൊക്കെയുണ്ട്, മയിൽ എവിടെയൊക്കെയുണ്ട്, അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ആദ്യമേ തന്നെ ടെറസിൻ്റെ മുകളിലേക്ക് പോകാമെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാം. മുകളിലാണ് ഏറ്റവും കൂടുതൽ മയിലുകളൊക്കെ കയറി നിൽക്കാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ മുകളിൽ എന്താണ് കാഴ്ചയെന്ന് വെച്ചാൽ കാണാം. ഇവിടെ സ്റ്റെപ്പില്ല, മുകളിൽ കയറണമെങ്കിൽ ഒരു ഏണി വെച്ചിട്ടുണ്ട്. ആ ഏണിയിൽ കൂടെ കയറി വേണം മുകളിൽ എന്താണെന്ന് അറിയാം. അപ്പം നമുക്ക് മുകളിൽ എന്താണെന്ന് നോക്കാം. ചേട്ടൻ ഒന്ന് കയറി നോക്കട്ടെ. ചിലപ്പോൾ മയിൽപ്പീലി ആണോ ഇവിടെ? ഏട്ടാ, അവിടെ എന്തോ കണ്ടെന്നറിഞ്ഞ് അപ്പം ഞാനും കൂടെ ഒന്ന് കയറി നോക്കട്ടെ. ശരി, എനിക്ക് പേടി. ചെരിപ്പിട്ടുണ്ടോ അറിയാം? ചെരിപ്പിട്ടുണ്ടോ? ചെരിപ്പിട്ടില്ലെങ്കിൽ നല്ല ചൂട്, അതുകൊണ്ട് ചെരിപ്പിട്ടുണ്ടോ കയറാം. ഫോണങ്ങ് പിടിച്ചേരേ. ഇത് പിടിച്ചേരേ, എനിക്ക് ഫോൺ പേടി. ഇത് പിടിച്ചാണ്. ഇവിടെ വേറെ ഒന്നുമല്ല, ഇവിടെ ഒരു എവിടെ വീഴത്തില്ല, കേറ്. അവിടെ വലിഞ്ഞ് കയറണേ ഉള്ളു. ഇത് കണ്ട, ഇവിടെ ഒരു മയിൽപ്പീലി ഉണ്ട്. പിന്നെ നാട്ടെ ഇപ്പുറത്തൊരെണ്ണം കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഒരെണ്ണം കൂടെ കണ്ടായിരുന്നു, അതൂ കിടക്കുന്നു. അവിടെ 2 എണ്ണം ഉണ്ട് കേട്ടോ, അവിടെ 2 എണ്ണം ഉണ്ട്. എന്താണ് കാലിവിടെ വെച്ച് കാണാന്? ഇവിടെ വെക്കാനായിട്ടുള്ളൂ കേട്ടോ. ഞാൻ പോയി മയിൽപ്പീലി എടുക്കാം, പിടിച്ച് എടുക്കാം. എങ്ങനെയെങ്കിലും താഴെ കയറി താഴെ നിന്ന് നോക്കണം. ഞാൻ എവിടെ കയറിയെന്നറിയേ? മയിൽപ്പീലി ഇതോ കിട്ടി, 1-2 എണ്ണം കിട്ടി. നല്ല മയിൽപ്പീലി, വലിയ മയിൽപ്പീലി. അവിടെ ഒരു കൂടിയിരിക്കുന്ന നോക്ക്, എവിടെ എങ്ങനെ കാണാമല്ലോ. എനിക്ക് കാണത്തില്ല. നമുക്ക് ഭാഗ്യമുണ്ട് കൂട്ടുകാരെ. ഇതാ മയിലിന്റെ മുട്ടയാണ് ഇത് കേട്ടാ. ഇതാണ് 1, 2, 3, 4 എണ്ണം ഉണ്ട്. അങ്ങനെ നമുക്ക് 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. നാളെ രാവിലെ ഒരുപാട് മയിൽപ്പീലി കിട്ടുമെന്നാണ് പറയുന്നത്. രാവിലെ മയിൽ വന്ന് കുടഞ്ഞ് കിടും. രാവിലത്തെ മയിൽപ്പീലി എത്ര കിട്ടുമെന്ന് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് പറഞ്ഞത്. ഇപ്പം നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മളങ്ങ് നാട്ടിലോട്ട് കൊണ്ടുപോവുകയാണ്. ഇനി ഇവിടെ നമ്മളാരും മുട്ട കണ്ടിട്ടില്ലാത്തതുകൊണ്ട് മുട്ട നമ്മളെ കാണിക്കാനായിട്ട് ഏണിയും പൊക്കിക്കൊണ്ട് വരെയാണ്. ഇവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യാൻ നമുക്ക് മുട്ട എടുക്കാം. മുട്ട ഒരെണ്ണം അവരെ ശല്യം ചെയ്യണ്ട, നമുക്ക് ജസ്റ്റ് നോക്കാം. അത് പാവടെ അതിന് മുട്ടയ്ക്കൊന്നും പറ്റരുത്. അമ്മയ്ക്കൊക്കെ മുട്ട ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കാരണം നമ്മളങ്ങനെ മയിലിൻ്റെ മുട്ടയൊന്നും കാണുന്നില്ലല്ലോ. അത് വലുതാണോ ചെറുതാണോ എന്നൊക്കെ അറിയാനായിട്ട്. എവിടെയാ
മണ്ടയില ഇതിന്റെ മണ്ടയില ആഹാ ഇതിന്റെ മണ്ടയിലാകുമ്പോ ആരും ക്യാവില്ലല്ലോ. മയിലിന്റെ ബുദ്ധിയുണ്ട്. അപ്പൊ അതിന്റെ മുഴുവൻ അടുക്കാക്കി ചേട്ടി ഇതുവരെ പോയ ആ ഇതിൽ കിടന്ന് കുടുങ്ങൂലേ ഇവിടെ? ആ മരത്തിൽ കുടുങ്ങും. ഇവിടെ അടുത്ത് തന്നെ ഒന്ന് എടുത്ത് കൈ തന്നെ നോക്കട്ടെ. ആദിക്കുട്ടോ അമ്മ 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 അപ്പൊ വിളിക്കട്ടെ. ഇല്ല അപ്പൊ ഞാൻ വീട് ചേട്ടൻ തിരിച്ചോണ്ടിരിക്കണ്ടേ? അമ്മ അമ്മ മുട്ട കാണണമെങ്കി വാ. അമ്മ അമ്മ മുട്ട കാണണമെങ്കി വരാൻ. അമ്മ മുട്ട കാണണമെങ്കി വരാൻ. മുട്ട കാണണമെങ്കിൽ വരാൻ. അപ്പൊ മുട്ട കാണാനായിട്ട് അമ്മ വരെയാണ്. നമുക്ക് എന്തിനാണ് മുട്ടയുടെ അങ്ങോട്ട് പോകും. എൻ്റെ വണ്ടിയിൽ ഇതാ വരണം. അയ്യോ ഇതെന്തൊരു അതിന് പോയതാണോ എന്തോട്ടാ? ഇതിന് പാല് പോയാണോ എന്തോടെ? എടി അതെന്തിനാണ് ആ ഷെഡ് സംഭവം? ഇത് ഒരുപാട് നാളായതാണല്ലേ? ഇത് എല്ലായിടത്തും ഉണ്ടല്ലേ? ഒരുപാട് നാളായതാണല്ലേ തന്നെ? അത് ഇത് ഇങ്ങനെ തന്നെ എന്തോട്ടാ? ഒരു മുട്ട ഒരുമാതിരിയായി. എല്ലാ മുട്ടയും ഒരുപാട് നാളായ എന്തോട്ടാ? അതറിയാൻ വയ്യ. അതുകൊണ്ട് നമ്മളെന്തായാലും തിരിച്ച് ഇതിനടുത്ത് ഇതങ്ങ് വെക്കാം. ഇതിനടുത്ത് വെക്കുകയാണ്. കാരണം ഇത് വിരിയണമെങ്കിൽ വിരിയട്ട്. നമ്മൾ അവരെ ശല്യം ചെയ്യണ്ടല്ലോ. ഇതങ്ങ് അതേപോലെ അങ്ങ് വിൽക്കാം. വിൽക്കണം. എത്ര മുട്ടയുണ്ട്? അപ്പൊ നമുക്ക് മുട്ട അങ്ങോട്ട് വിൽക്കാം. എന്നാലും നമുക്ക് മൈപ്പീരിയുടെ നിറയെ കിട്ടി. നല്ല കാറ്റ്, നല്ല കാറ്റെന്ന് വെച്ചാൽ നല്ല കാറ്റ്, നല്ല മരങ്ങളും നല്ല കാറ്റും, അടിപൊളി സ്ഥലം. എന്നാൽ നല്ല വെയിലും ഉണ്ട്. തുണികളൊക്കെ കൊണ്ടുവന്ന് ഇട്ടാൽ മതി, ഉണങ്ങുകയും ചെയ്യും. എന്തായാലും ഇനി നമ്മുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാല് മുട്ട കാണിച്ചു അടുത്ത് കാണിച്ചു കൊടുക്കാം. ഇതാണ് പക്ഷെ ഒരുപാട് ദിവസമായെന്നാണ് തോന്നണം കേട്ടാ. ഒരുമാതിരി അഴുക്കൊക്കെ വരേണ്ട ഒരു എന്തോ പോലെ ആയത്. എന്തായാലും നമുക്കത് എടുക്കണ്ട. ചിലപ്പോൾ വരുന്നെങ്കിലാ എന്നിട്ട് അടയിരുന്നത് വിരിപ്പിക്കണമെങ്കിൽ വിരിഞ്ഞോട്ട്. നമ്മളാ പാവം ചെയ്യണ്ട. എന്ത് പാടുവിട്ടാൽ മുട്ടയിടുന്നത്. നമുക്കൊരു ജീവൻ ഇത്രയ്ക്ക് വലുതല്ലേ. ഓക്കെ, എന്നാൽ ബാക്കി കാഴ്ചകളും കൂടെ നമുക്ക് കാണാം. വീട് പിന്നെ നമ്മളൊന്ന് ഫ്രഷ് ആയ ശേഷം എന്തായാലും പുറത്തേക്ക് ഇറങ്ങി മയിലിനെ തേടി പോവാന്ന് വിചാരിച്ചു. മയിലിനെ തേടി പോയി മൈപ്പീലി കിട്ടുമല്ലോ. അപ്പോൾ അത് ആദ്യമേ തന്നെ നമുക്ക് തൊട്ട് നമ്മുടെ നേരെ ഓപ്പോസിറ്റ്
ആ പേയ്മെൻറ്റിൽ നിന്നും അനിയത്തിക്ക് മൈപ്പീല് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ സൈഡിലാണ് കൂടുതലും മയിൽ നിൽക്കുന്നത്, അവിടെ പോയാൽ കിട്ടുമെന്ന് പറഞ്ഞ്. അവൾക്ക് ഡെയിലി 10-15 മൈപ്പീലിയൊക്കെ കിട്ടാറുണ്ട്. അപ്പം അങ്ങനെ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് അവളങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളവിടെ വെയിറ്റ് ചെയ്യണം, എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയോണ്ട് ഇത് അടുത്തത് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി പിന്നെ നോക്കണം, കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഈ വെയിൽ താഴ്ന്ന സമയത്ത് കൂടുതലും മയിലുകൾ ഇവിടെയാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ ആകുമ്പോഴത്തേക്ക് വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, വലിയൊരു ഗ്രൗണ്ട് ആയിട്ടാണ് കിടക്കുന്നത്. ഇത് ഇങ്ങനെ അല്ലായിരുന്നു, ഇത് മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഇപ്പം അത് വൃത്തിയാക്കിയതാണ്. ഈ കാട് പിടിച്ച സമയത്ത് ഇത് ഒരുപാടുണ്ടായിരുന്നു, മയിൽ ഇവിടെ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ വളരെ കുറവാണെന്ന് പറയാം. എന്നാലും അവർ പീലി പൊഴിച്ചിടുന്നുണ്ട്. അവരിങ്ങനെ കുടയുമ്പോഴത്തേക്ക് പീലി വന്ന് വീഴുന്നതാണ്. അങ്ങനെ അവർക്ക് ഇപ്പം തന്നെ 2-3 കിട്ടിയിട്ടുണ്ട്. കുറയുന്ന മാത്രമല്ല, ഇവർ ഈ എവിടെയെങ്കിലും ചെന്നിരുന്ന് തണൽ പറ്റി ചെന്നിരുന്നിട്ട് ഇവർ ഈ ചിറകിൻ്റെ ഇടയിലൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ചില പീലികൾ അവർ കൊത്തി വലിച്ചങ്ങ് എടുത്ത് കളയും. അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാം, 2 എടുത്തിട്ടുണ്ട്, ഒരെണ്ണം നമ്മൾ കാണിച്ചു തരാം. അതോ അങ്ങേ അറ്റത്തോ അതൊരു കുഞ്ഞനാണ് കേട്ടോ. അത് കുഞ്ഞെന്ന് വെച്ചാൽ മയിലിങ്ങനെ പീലി വരുന്നതേ ഉള്ളൂ, വലുതായി വരുന്നതേ ഉള്ളൂ. അങ്ങനെ വരുന്ന മയിലാണ്. അങ്ങനെ ഇരിക്കുകയാണ്, റെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഇരുന്നാണ് ഓരോന്ന് കുത്തിപ്പറക്കി എടുത്ത് കളയുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ പീലി കിട്ടുന്നത്. കുഞ്ഞാവയുടെ വണ്ടിയിൽ ആദ്യം കയറി പുറത്തേക്കൊന്ന് ഇറങ്ങാനായിട്ട് ആദ്യം റോഡ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് വാഹനങ്ങളൊന്നും ഇല്ലല്ലോ, ക്വാർട്ടേഴ്സിലുള്ള വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അവിടെയൊക്കെ ഒന്ന് യാത്ര ചെയ്യാന്നുള്ള രീതിയിൽ അവൻ നിൽക്കുകയാണ്. കുഞ്ഞാവെ ഞാൻ എടുത്തു, കാരണം അവൾ മൈപ്പീലി പറക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ തന്നെ അവൻ വന്നിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ച് ഇവിടെ മാത്രം നിന്നിട്ട് കാര്യമില്ല, ഒന്ന് ഇത് ചുറ്റിക്കറങ്ങുകയും ചെയ്യാം, ഈ ക്വാർട്ടേഴ്സ് ഫുള്ള് ചുറ്റിക്കറങ്ങുകയും ചെയ്യാം, മൈപ്പീലി നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ മുമ്പോട്ടുള്ള വഴിയെ പോവാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനായിട്ട് സ്കൂൾ ബസ്സൊക്കെ വന്ന് കുട്ടികളൊക്കെ സ്കൂളിൽ പോകണം. അപ്പോൾ അവരൊക്കെ നമ്മുടെ കയ്യിരിക്കുന്ന ഈ മൈപ്പീലിയോടെ വളരെ സന്തോഷത്തോടെ നോക്കിയാണ് എന്ന രീതിയിൽ. കാരണം അവരെല്ലാവരുടെയും ജോലി ഇത് തന്നെയാണ്, മൈപ്പീലി പറക്കുന്നത്. അപ്പം നമ്മൾ വെച്ച് ഒന്നും കൂടെ മുമ്പോട്ടൊക്കെ ഒന്ന് പോവാന്ന് വെച്ച് നമ്മൾ നടക്കുക. എങ്ങനെയാണ് മയില് പീലി കൊതിച്ചെടുക്കുന്നത് കറക്റ്റ് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ. നമുക്ക് ദൂരക്കാഴ്ചയായിട്ടാണ് കിട്ടിയത്, നമുക്ക് അടുത്തോട്ട് പോകത്തില്ല. അടുത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഓടി പോയിച്ചിട്ടും നമുക്ക് ആ മയിൽ പീലി കിട്ടത്തില്ല. അവിടെ പൊഴിച്ചിട്ടിട്ടുണ്ട്, ഒരെണ്ണം പൊഴിച്ചിട്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ അനിയത്തി വന്ന് എടുക്കും. അത് ഒരെണ്ണം അവിടെ വീണിട്ടുണ്ട്, ഒരു പീലി അവിടെ വീണിട്ടുണ്ട്. പിന്നെ അത് റോഡിലോട്ട് ഇറങ്ങി പോവുകയാണ്, നേരെ അങ്ങ് ഇറങ്ങിപ്പോവും. ഇപ്പം വന്ന് അവിടെ അത് എടുക്കാൻ പറയാൻ പറ്റും. കാരണം ഇത് കൊത്തിപ്പറക്കുന്ന സമയത്താണ്, ഇത് ഇളവേണമെങ്കിൽ അപ്പോഴേ കൊത്തിങ്ങെടുത്ത് കളയും. അങ്ങനെ നമ്മൾ തക്കം പാത്തിരിക്കുകയായിരുന്നു മൈപ്പീലിക്ക് വേണ്ടി. അപ്പം നമ്മൾ പതുക്കെ മൈപ്പീലി എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് വലിയ അടുത്ത് വന്നു. അപ്പം അവളിപ്പം അവിടെ നിന്ന് വന്ന് എടുക്കും. ആ ഒരൊറ്റ പീലി നമ്മൾ നോക്കി നിന്നപ്പോഴാണ് അത് ഫ്രഷ് ആയിട്ടുള്ള ഒരു പീലി നമുക്ക് കിട്ടി. പക്ഷെ ഇതിന് മുന്നേ 2 ഇട്ടായിരുന്നു, നമുക്ക് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതും ഇതേപോലെ തന്നെ എടുത്തത്. നമ്മളെ കോട്ടയുടെ ബാക്കിലെന്ന് വെച്ചാൽ ഈ നമ്മളെ കോട്ടയിൽ നിൽക്കുന്നതിന്റെ ബാക്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ ബാക്കിൽ കുറച്ച് ഏരിയ ഉണ്ട്. ആ ഭാഗത്ത് നമ്മളൊന്ന് ചുറ്റിക്കറങ്ങിയാണ്. പിന്നെ തൊട്ടടുത്ത് കടലുള്ളതുകൊണ്ട് തന്നെ അത് ശക്തമായിട്ടുള്ള കാറ്റുണ്ട്, വെയിലുണ്ട്, അതിൻ്റെ കൂടെ നമുക്ക് ചൂടേകാതിരിക്കാനായിട്ട് നല്ല കാറ്റുമുണ്ട്. അപ്പം നമ്മളെ പിറകെ ഒരാൾ തപ്പിത്തടഞ്ഞ് നമ്മളെ മൈപ്പീലിയുടെ പിറകെ പോവുകയാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞൻ പിറകെ തപ്പിത്തടഞ്ഞ് വീണും പൊടി തട്ടിയെടുത്തും അങ്ങനെയൊക്കെ അങ്ങ് നടക്കുകയാണ്. അവനും ഭയങ്കര സന്തോഷം നമ്മളോടെയൊക്കെ ഒരുമിച്ച് നടക്കാനായിട്ട്. പിള്ളേരും എൻജോയ്മെൻറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ ആ ശക്തമായിട്ടുള്ള കാറ്റുണ്ടല്ലോ, ഇവിടെ മുഴുവൻ മരങ്ങളാണ്, എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ ചെറിയ വേപ്പിൻ്റെ മരങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് നമുക്ക് പരിചയമുള്ളൊരു ഫ്രൂട്ടിൻ്റെ ഒരു ചെടി അവിടെ നിൽക്കുന്നത് കണ്ടത്. ഫ്രൂട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തിൻ്റെ ചെടിയാണെന്ന്. മാതളം. നമ്മളിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്ന മാതളമൊക്കെ പിടിച്ച് നിൽക്കുന്നത്, മഞ്ഞ കളറിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് പാകമായില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിനെ അവിടെ ഇട്ടിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ പണി തേടി പോവുകയാണ് മൈപ്പീലി നോക്കി. നല്ല കാറ്റെന്ന് വെച്ചാൽ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടു പോകും, നല്ല കാറ്റുണ്ട്. അതിൻ്റെ കൂടെ നമ്മളെ മയിൽപ്പീലിയും കിടന്ന് അതിൻ്റെ ആ കാറ്റിനനുസരിച്ച് ആടുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ 2 മയിൽപ്പീലി കിട്ടിയെന്ന് വെച്ചാൽ അവിടെ ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, വൃത്തിയാക്കുകയും അതിൻ്റെ പില്ല് ഇറക്കുകയും അങ്ങനെയുള്ള പരിപാടി. ആ സമയത്താണ് നമ്മൾ അതുവഴി പാസ് ചെയ്ത് വന്നത്. അപ്പം 2 മയിൽപ്പീലി അവരാണ് എടുത്ത് തന്നത്. കാരണം കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് അവർ പറയുന്നത് വെച്ചാൽ അവർക്ക് ഡെയിലി കിട്ടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതിനോടൊന്നും ഒരു ഇതുമില്ല. അങ്ങനെ കുറേ നടന്ന് കാല് കഴിച്ചപ്പോൾ നമുക്കത് ഇരിക്കാനുള്ള സ്ഥലവും റെഡിയായി. നമ്മളവിടെ ഇരിക്കുന്നു. അവളെ കുട്ടീസിനെയും വിളിച്ച് വന്നിരിക്കാനായിട്ട്. അമ്മ ഇപ്പോൾ വീട്ടിൽ ആ കോട്ടേഴ്സിൽ ഇരിക്കുകയായിരുന്നു. അപ്പം എന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ അമ്മ വരുമെന്ന് ഉറപ്പായിരുന്നു.
കാരണം നമ്മളിപ്പം മയിൽപ്പീലിനെ തേടി നടന്നിട്ട് കുറേ നേരമായി. അപ്പോൾ എന്തായാലും അമ്മ നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് തന്നെ വരുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് കുറച്ച് ആ ഒരു നല്ല ആ ഒരു തണലത്തിൽ നമ്മൾ അവിടെ പോയി ഇരുന്നു. ഫുള്ള് മരങ്ങളായതുകൊണ്ട് നേരെ അവിടെ തന്നെ പോയി ഇരിക്കേണ്ടായി. പറഞ്ഞതുപോലെ അമ്മയും വന്നു നമ്മളെ തേടി. അവിടെ കാട്ട് നെല്ലിക്ക മരമുണ്ട്. അപ്പോൾ ആ നെല്ലിമരത്തിൽ നിന്നുള്ള നെല്ലിക്കയൊക്കെ കഴിച്ചുകൊണ്ടാണ് അമ്മ വരുന്നത്. നമുക്കും കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തംബ്നെയിലിൽ കൊടുത്ത കണക്ക് മുട്ട പൊരിക്കുകയോ ഓംലെറ്റ് അടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് കുറ്റകരമാണ്. അതുപോലെ നമ്മളെ ദേശീയ പക്ഷിയും കൂടെയാണ് മയിൽ, അതിനെ ഉപദ്രവിക്കാനും പാടില്ല. അത് കഷ്ടപ്പെട്ടിട്ട് വെച്ചേക്കുന്ന മുട്ട നമ്മളായിട്ട് അതിനെ ഉപദ്രവിച്ച് എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ തിരിച്ച് അതേപോലെ ഭദ്രമായിട്ട് അവിടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ദേശീയ പക്ഷിയാവുകൊണ്ടല്ല, അതുപോലെ പക്ഷികളെ ആവട്ടെ ഇഴജന്തുക്കളെ ആവട്ടെ അങ്ങനെ ഒന്നിനെ ഉപദ്രവിക്കുന്നത് നമുക്ക് നല്ല ഒരു ഇതല്ല. കാരണം നമുക്ക് നമ്മളെ ഒന്നും ചെയ്യുന്നില്ല. അത് അതിൻ്റെ ഒരു ജീവിതം, അതിൻ്റെ ഒരു ലോകത്തായിട്ടാണ് അത് നടക്കുന്നത്. നമ്മളെ ഒരു ജീവികളും നമ്മളെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നില്ല. നമ്മൾ അങ്ങോട്ട് ചെന്നാൽ മാത്രമേ അത് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം അത് ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നുള്ളൂ. അങ്ങനെ മയിൽപ്പീലിയൊക്കെ പറക്കി നമ്മൾ കുറേ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. ഇപ്പം നമുക്ക് രണ്ട് ദിവസമായിട്ട് നമുക്ക് കിട്ടിയ ഒരുപാട് മയിൽപ്പീലിയുണ്ട്. അത് നമുക്കൊന്ന് കാണാം. നമുക്ക് 2 ദിവസം കൊണ്ട് കിട്ടിയ മയിൽപ്പീലികളാണ്. നമ്മൾ രാവിലെയും വൈകുന്നേരവും പോയി ശേഖരിച്ച് വെച്ച മയിൽപ്പീലികളാണ് ഈ കാണുന്നത്. നമ്മൾ സാധാരണ ഈ മയിൽപ്പീലി മാത്രമല്ലേ കണ്ടിട്ടുള്ളത് ഈ കാണുന്നത്. അതല്ലാതെ ഏറ്റവും ഭംഗിയുള്ള മയിൽപ്പീലി ദാണ്ട ഒരു മാമി സഹായിടി ഇതുണ്ട്. മറ്റു കാണിച്ചാണ്ട ഇത് കാണിച്ചടി നീ ആണ്ട ഈ മയിൽപ്പീലി ആണ്ട് ഇത് മയിൽപ്പീലി. ഈ താഴത്തെ തൂവലാണ്. ഇത് താഴത്തെ തൂവല്, ചെറിയ തൂവൽ, ഇതെല്ലാം കൊഴിഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് നിറയെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു മയിൽപ്പീലികളുണ്ട്. ഇത് വിരിച്ചാൽ കുറേ മയിൽപ്പീലികൾ കുഞ്ഞു കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ അത് നമ്മൾ കാണിക്കാനായിട്ട് ഭയങ്കര കാറ്റ് കാണാൻ എല്ലാം പറന്നു പോകണോടാണ് കാണിക്കാത്തത്. നിറയെ മയിൽപ്പീലികളുണ്ട്. അപ്പം നമുക്ക് തൂത്തുക്കുടിയിൽ വന്നാൽ ഇതേപോലെ മയിൽപ്പീലിയും കൊണ്ട് നമുക്ക് നാട്ടിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.